എന്താടി എന്റെ പൊന്നുമക്കൾ എന്താ? എന്റെ തലമുടി ആ കുതിര തിന്നു. ഓ, നിന്റെ തലമുടി മാത്രമല്ലേ ആ കുതിര തിന്നോളൂ. നിന്റെ സ്വഭാവത്തിന് ആ കുതിര നിന്നെ മുഴുവൻ തിന്നണമായിരുന്നു. എങ്ങാനും നിന്നെ കിട്ടണമെങ്കിലേ ഒന്നുകിൽ കുതിര പ്രസവിക്കുന്നവരെ ഞാൻ കാത്തിക്കണം, അതല്ലെങ്കിൽ കുതിര അറിയാതെ അതിന്റെ വയറ് നിന്നെ എടുക്കണം. എന്നാലും വേണ്ടില്ലായിരുന്നു. വെളി വരുമ്പോ എന്റെ തലമുടി ഉണ്ടായിരിക്കുമല്ലോ. അത്രേ ഉള്ളൂ. നിന്റെ തലമുടി മുഴുവൻ കുതിരയുടെ വയറ് കീറി ഞാൻ എടുത്തു തരാം. നീ പേടിക്കണ്ട, ഞാൻ ഏറ്റു. ഭഗവാനെ, ഇതൊരു വെള്ള കുതിരയായിരുന്നല്ലോ. തമ്പ്രാന്റെ ആറാട്ടിനെ എഴുന്നള്ളിക്കാനുള്ള കുതിരയാ. ഞാൻ ഇനി എന്തോ പറയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ പറഞ്ഞു നിന്റെ മുടി തിന്നെന്ന്. നിന്റെ മുടി കറുത്തതായിരുന്നു, പക്ഷെ കുതിര ചെമ്പിച്ചു പോയല്ലോ. ഭഗവാനെ, മുടിയിലും മായോ. ഞാൻ ഇനി എന്തോ ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നില്ല്. ഞാൻ ഇതിനൊരു വിദ്യ കണ്ടുപിടിക്കാം. നോക്കി നിന്നോ, കുതിരയുടെ നേരം മാറാതെ. എനിക്കൊരു അബദ്ധം പറ്റി. അയ്യോ, നീ അത് എന്നോട് പറയാത്തത് എത്ര മാസം? അതൊന്നുമല്ല. തലമുടി ഇവിടെ. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാലും എന്റെ മാളു, കുതിരവാല് പോലെ നീണ്ടു കിടന്ന നിന്റെ തലമുടി കേവലം ഒരു കുതിര തിന്നു കളഞ്ഞല്ലോ. അല്ല, നീറ്റ് വസ്ത്രം തിന്നാലേ കുതിരയുടെ നിറം മാറിയില്ലേ? അച്ഛൻ അറിഞ്ഞിട്ടില്ല. അയ്യോ ചേട്ടാ, വെള്ളക്കുതിരയെ ഉടനെ കൊണ്ടുവരാൻ തമ്പ്രാൻ പറഞ്ഞേച്ചു. ആറാട്ടിനുള്ള വെള്ളക്കുതിരയല്ലേ, ഉടനെ എത്തിച്ചോളാന്ന് പറഞ്ഞേക്കൂ. ഭഗവാനെ, എന്നെ ചതിച്ചോ? വെള്ള നിറം ഏൽക്കുന്നില്ലല്ലോ. എന്റെ അച്ഛൻ എന്നെ കുതിരവൈദ്യം മുഴുവനും പഠിപ്പിച്ചില്ലേ, മുക്കാലേ പഠിപ്പിച്ചേ ഉള്ളൂ. മോനെ ചന്തുണ്ണി, നമ്മളെ തമ്പ്രാന്റെ എടാ ഭ്രാന്ത, നീ എന്താ ഈ ചെയ്യണത്? എന്ത് മാറിപ്പോയെന്നാ നീ പറയണത്? അതെ, അതായത് ഈ കുതിരയെ അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. എന്നാ നിനക്കത് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? ഈ വിഡ്ഢിത്തരം കാണിക്കണോ? ചായം തേച്ചാ കുതിരയുടെ നിറം മാറുവോ? ഇല്ലച്ചാ, വെള്ള ചായം കലക്കി അതിനെ കുടിപ്പിക്കാൻ നോക്കിയായിരുന്നു. അത് കുടിക്കണ്ടേ നിറം മാറാൻ? അതിന് നീറ്റ് ഭസ്മം നമ്മുടെ കയ്യിലില്ലേ? നീ വന്നോളൂ. ഇത് അകത്ത് കൊണ്ടുവച്ചോളൂ. അച്ഛാ, ഇത് ഞാൻ കഴിച്ചാലേ വെള്ളക്കുതിരയാവും. കൊണ്ടുവച്ചോളൂ, പറഞ്ഞത് കേട്ടോളൂ. ലേക്ക് ഭക്ഷണ കഴിച്ചേക്കണേ, നിറം മാറും. നീ നോക്കിക്കോളേ. അപ്പോഴേ ഈ ഭസ്മം ഭയഭക്തിയോടുകൂടി കഴിച്ച് എന്റെ തലമുടി വളരണേ എന്ന് വിചാരിക്കാമെങ്കിൽ തലമുടി വളരുമല്ലോ. നമുക്കൊന്ന് പരീക്ഷിക്കാം. പ്രാർത്ഥിച്ചു. നീ കണ്ടടാ പോലെ ചന്തുണ്ണി. അയ്യോ, എന്റെ അച്ഛ, എന്റെ പൊന്ന അച്ഛ. അച്ഛ അല്ലച്ച, ആ നീറ്റ് ഭസ്മം ഉണ്ടല്ലോ. അയ്യോ, എന്റെ തലമുടി തലമുടി കണ്ടോ? മറ്റേ പോയി അവിടെ
അതിന് തരി. ഞാന് ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചോ. നിനക്ക് ഈ തലമുടി എവിടെ നിന്ന് കിട്ടി? ഞാൻ നീറ്റ് ഭസ്മം കഴിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ നീറ്റ് ഭസ്മം? അതൊക്കെ കിട്ടി. ഓ എന്റെ മോളെ, നിന്റെ ഭാഗ്യം, നീ രക്ഷപ്പെട്ടു. എന്റെ അനുവാദമില്ലാതെ ആ നീറ്റ് ഭസ്മം ആര് കഴിച്ചാലും അവർക്ക് ഉടനെ ആപത്തുണ്ടാവും. എന്ത് പറ്റി? വല്ല അപകടവും? ഒന്നുമില്ല. അച്ഛന്റെ അനുവാദത്തോടു കൂടി സ്വല്പം നീറ്റ് ഭസ്മം എനിക്ക് വേണം. എന്തിനാണ്? അതെ, ചൊറിച്ചില്ല. എനിക്ക് ഒരു സാധനം വളരാൻ. എന്ത് സാധനമാണ്? പിന്നെ ഇതോ എന്റെ മോനെ ചന്തുണ്ണി, ഇത് വളരാൻ ഭസ്മൊന്നും കഴിക്കണ്ടടാ, അതൊക്കെ താനേ വളർന്നോളും. അപ്പൊ അത് മതി അച്ഛ. പറയുന്നു, എന്താ എന്നോട് പറയാനുള്ളത്? ഒന്നുമില്ല. പിന്നെ അപ്പോ ഈ മുഖം വാടി കാണാനുള്ള കാരണം എന്താ? എന്തോ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഈ കണ്ണുകൾ പറയുന്നു. എനിക്കെല്ലാം പറയണം. കേട്ട് കഴിഞ്ഞാൽ എന്നോട് കോപിക്കരുത്. ഇല്ല, സത്യം. സത്യം പറയും. ഇപ്പോഴൊന്നും പറയില്ല. പിന്നെ പിന്നെ ആരും കാണാതുള്ള ഈ കൂടിക്കാഴ്ച എത്ര നാളിങ്ങനെ തുടരാൻ കഴിയും? നേരിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും എന്റെ അമ്മ എന്റെ ശങ്കരകത്തുണ്ടാകും. എപ്പോഴും എന്നും ഉണർവിലും ഉറക്കത്തിലും എന്റെ തമ്പുരാൻ എന്നും എന്റെ ഉള്ളിലുണ്ടാവും. എനിക്കത് മതിയോ? മതിയോ അപ്പേ? എന്റെ തമ്പുരാന്റെ ഈ മൊഴി എന്നും ഞാൻ കേൾക്കണം. ഈ ചൂട് എന്നും ഞാൻ ഏൽക്കണം. എന്തോ സംഭവിച്ചു? ആരോ വരുന്നു. എന്താ കറുപ്പനും കണ്ണും അമ്പലപ്പറമ്പിലുള്ള ആൽത്തറയിലിട്ടുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് വഴിയിലെത്തിക്കൊള്ളി. ഞാനും വരുന്നുണ്ട്. എന്താണ് അപ്പയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ? എന്റെ പെണ്ണ് തന്നെ വരും. റൂമയല്ലേ പറഞ്ഞത്? അവരിപ്പോ എത്തുമെന്ന്. അമ്പാടിയെ കാണുന്നില്ലല്ലോ. നൃത്തസംഘം വന്നില്ലേ? ഇല്ല. അമ്പൂട്ടി അടങ്ങണം. ഞാനുണ്ടോ? വഴിയുണ്ട്. നിങ്ങൾക്കായി നാടുവാഴിയിൽ നിന്നും ഞാൻ പതിച്ചെടുത്തത് കാണണോ? കോരമ്പുഴയോരത്തെ നിലമെമ്പാടും കൊച്ചുകുറുപ്പിന് തന്നിട്ടുള്ള കരണം. കണ്ടോ? നാടുവാഴി തമ്പുരാന്റെ മുദ്ര, തിരിയിട്ട നിലവിളക്ക്. ഈ മുദ്ര വെച്ചാൽ എങ്ങനെ കഴിഞ്ഞു? പനച്ചേരി യജമാൻ അതും അതിലപ്പുറവും സാധിക്കും. നാടുവാഴി തമ്പുരാൻ ഇത് അറിഞ്ഞതേ അല്ല. ഞാൻ ഇതൊക്കെ ചെയ്യണത് അറിയാമടോ. നിങ്ങൾ തന്നെയാവും നാദാപുരം കോട്ടയ്ക്ക് അവകാശം. അതിനു മുമ്പ് ഞാനും ആർച്ചിയുമായുള്ള വിവാഹം നടക്കണം.